ഇൻഫോടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ കിച്ചൺ എങ്ങനെ മോടി പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ കിച്ചണിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെ മാറ്റാം എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. ഇതൊരു പഴയ വീടിൻ്റെ കിച്ചണാണ്. ഇതിന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ വാൾ സ്റ്റിക്കർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാമെന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ വാൾസൊക്കെ ആകെ ഡാർക്കായിട്ടിരിക്കുകയാണ്. അതുപോലെ ടൈൽസൊക്കെ ഒരുപാട് പൊട്ടിയിട്ടുണ്ട്. ഈ ടൈൽസിൻ്റെ ഒക്കെ എഡ്ജ് കണ്ടാൽ അറിയാം. ഇവിടെയൊക്കെ ഞാൻ പൊട്ടിയ പോർഷൻസൊക്കെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ലെവൽ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിക്കർ വർക്ക് ചെയ്യുമ്പോൾ ടേബിൾ ടോപ്പിനൊക്കെ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമെൻറ്റ് ഇട്ടിട്ട് ലെവൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ വാൾ പോർഷനിലും ടേബിൾ ടോപ്പിലും ചെയ്യുന്നതിനായിട്ട് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്റ്റിക്കറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ആദ്യം നമുക്ക് വാൾ സ്റ്റിക്കർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയിരിക്കുന്ന സ്റ്റിക്കർ. ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ് ഇത് വാങ്ങിയത്. ഒരു റോളിന് പ്രൈസ് വരുന്നത് 193 രൂപയാണ് എനിക്കായത്. ഇതിൽ MRP 1499 എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു 200 രൂപ റേഞ്ചിലൊക്കെ ഫ്ലിപ്കാർട്ടിൽ ഈ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇനി നമുക്കിത് എങ്ങനെ വാൾ സ്റ്റിക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ സ്റ്റിക്കറിൽ വന്നിരിക്കുന്ന ഡിസൈൻ വെർട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ ഞാൻ വോളിലും ഇത് വെർട്ടിക്കലായിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ആവശ്യമുള്ള ലെങ്തിൽ നമ്മൾ ആദ്യം സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം സ്റ്റിക്കർ മാറ്റിയ ഭാഗം ഭിത്തിയുടെ മുകൾ ഭാഗത്ത് ലെവലായി വരത്തക്ക രീതിയിൽ ഡിസൈൻ നോക്കി തന്നെ ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്കർ ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്ന കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. സ്റ്റിക്കറിൻ്റെ ബാക്കിൽ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻസ് യൂസ് ചെയ്ത് അതിലൂടെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്റ്റിക്കർ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മറ്റൊന്നുമല്ല, ഈ മെറ്റീരിയൽ വരുന്നത് വളരെ തിന്നായിട്ടൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഭിത്തിയിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോർമലി സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്ത ഭിത്തിയിലാണ്. അപ്പോൾ ടൈൽ പോർഷനൊന്നും അല്ലാത്തതുകൊണ്ട് അവിടെ എയർ ബബിൾസിൻ്റെ ഒന്നും ചാൻസസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം പ്രസ് ചെയ്യേണ്ട, എയർ ബബിൾസ് കളയേണ്ട കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. സാവധാനം ബാക്കിലെ സ്റ്റിക്കർ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ ലെങ്തിൽ ഫുൾ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്ത്, ഇടയ്ക്ക് കട്ടിംഗ് ഒന്നും വരാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് ഫുൾ ലെങ്തിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്തത് ഒരു പ്ലെയിൻ സർഫസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കൊരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു കട്ടിങ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയാസ് നമുക്ക് എങ്ങനെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാമെന്നുള്ളത് ഇനി നോക്കാം. അതിന് ആദ്യമായിട്ട് നമുക്ക് വോളിൻ്റെ ടോപ്പ് മുതൽ സ്വിച്ച് ബോർഡിൻ്റെ ടോപ്പ് വരെയുള്ള ഏരിയയുടെ അളവെടുത്തിട്ട് ആ അളവിൽ ഒരു സ്റ്റിക്കർ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് മുൻപ് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ അത്ര ഏരിയ ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും സ്വിച്ച് ബോർഡിൻ്റെ ടോപ്പ് മുതൽ താഴെ എത്ര നീളമാണോ നമുക്ക് വേണ്ടത് അത്രയും ലെങ്തിൽ നമ്മൾ അടുത്ത സ്റ്റിക്കർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരല്പം കൂടി കൂടുതലായിട്ട് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ആ സ്വിച്ച് ബോർഡിൻ്റെ ആകൃതിയിൽ നമ്മൾ ഒന്നുകിൽ അളവെടുത്ത് അല്ലെങ്കിൽ ആ ഡിസൈൻ നോക്കി കട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഷീറ്റിൻ്റെ ബാലൻസ് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിസൈനിൽ ഒരു കണ്ടിന്യൂറ്റി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഡിസൈൻ കറക്റ്റായി വരത്തക്ക രീതിയിൽ ഒട്ടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സ്റ്റിക്കർ ലെവലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കട്ടിങ്ങിൻ്റെ ഒരു മാർക്ക് പോലും അറിയാത്ത രീതിയിൽ നമുക്കത് ഒട്ടിച്ചെടുക്കാനും കഴിയുന്നതാണ്. അങ്ങനെ ഫുള്ളായിട്ടത് ഒട്ടിച്ചെടുക്കുക. ഇനി ടേബിൾ ടോപ്പാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഈ ടൈൽസിൻ്റെ എഡ്ജസ് കണ്ടാൽ അറിയാം, വളരെ ഷാർപ്പാണ്. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ ഇത് വേഗം സ്റ്റിക്കർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായി നമ്മളിവിടെ റെക്സിൻ യൂസ് ചെയ്യുകയാണ്. റെക്സിൻ്റെ വീതി കുറച്ച് നല്ല നീളത്തിൽ ടേപ്പ് പോലെ കട്ട് ചെയ്തെടുത്ത് അത് ഈ ടൈൽസിൻ്റെ എഡ്ജസിൽ വീതി കൂടിയ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ആദ്യമായി ചെയ്യുന്നത്. ഇതുപോലെ ഈ റെക്സിൻ ടേപ്പ് ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ടൈൽസിൻ്റെ എഡ്ജസ് വളരെ ഷാർപ്പാണ്. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടൊരു മെറ്റീരിയലുമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്ലെയിനായിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ചിലപ്പോൾ അത് ഡാമേജായി കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ റെക്സിൻ ടേപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ റെക്സിൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ടൈൽസിൻ്റെ എഡ്ജസ് ഇങ്ങനെ കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ എഡ്ജസിൻ്റെ ഷാർപ്നെസ് കുറയ്ക്കാനും കഴിയും. അതുപോലെ തന്നെ നമുക്ക് എഡ്ജസിനൊരു റൗണ്ട് ഷേപ്പ് ലഭിക്കുകയും ചെയ്യും. റെക്സിൻ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ടൈൽസിൻ്റെ എഡ്ജസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എഡ്ജസിൻ്റെ ഷാർപ്നെസ് മാറുകയും എഡ്ജസൊക്കെ വളരെ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ടേബിൾ ടോപ്പിലേക്ക് വാങ്ങിയ റോളാണ്. 203 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്.
വാൾ പോർഷനിലേക്ക് വന്നത് മാറ്റ് ഫിനിഷിനോട് കൂടിയതാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയ ഒരു ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. ഇത് മുമ്പ് ചെയ്തതുപോലെ തന്നെ ടേബിൾ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് അളവെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സർഫസ് ടൈലായതുകൊണ്ട് തന്നെ എയർ ബബിൾസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എയർ ബബിൾസസ് ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല വൃത്തിക്ക് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ വാൾ പോർഷനും ടേബിൾ ടോപ്പിൻ്റെ പോർഷനും എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം കിച്ചണിൽ മൊത്തത്തിലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ വോളും ടേബിൾ ടോപ്പും കണ്ടാൽ ടൈൽസ് ഉപയോഗിച്ചിരിക്കുന്ന പോലെയും അല്ലെങ്കിൽ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം പഴയ കിച്ചൻ്റെ വോളും ടൈൽസും ഒക്കെ നമുക്ക് കാണാം. അതും ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കിച്ചൺ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ഒരു യൂസ് ചെയ്തതിന് ശേഷമുള്ളൊരു യൂസർ റിവ്യൂ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോയോ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.